കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നൊരു സ്കിൻ കെയറുമായിട്ട് വന്നേക്കുന്നു കേട്ടോ. നമ്മൾ 40-45 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളിവ് വീണ് തൂങ്ങി ഒരു പരുവാകും അല്ലേ. അപ്പം അതിന് ഒരു ഏറ്റവും എളുപ്പ വഴിയുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനം മുട്ട അല്ലേ. മുട്ടയുടെ വെള്ള ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ചുളിവ് മാറ്റാനും സ്കിൻ ടൈറ്റ് ചെയ്യാനും എല്ലാം. അത് നമ്മൾ മുട്ട ഇപ്പോൾ പൊരിക്കാൻ എടുക്കുകയാണല്ലോ, അതിൻ്റെ മുട്ടയ്ക്കകത്ത് കുറച്ച് കാണുമല്ലോ. അതാണല്ലോ നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ അത് നമ്മളെടുത്ത് മുഖത്തൊന്ന് തൂത്താൽ മതി. അതും തൂത്തിട്ട് നമ്മൾ അത് 5 മിനിറ്റ് 7 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊന്ന് വലിഞ്ഞ് മുറുകുന്ന സമയത്ത് നമ്മളത് കഴുകിക്കളയണം. മുട്ടയും കൊണ്ട് ഒരുപാട് സ്കിൻ കെയർ ഉണ്ട്. മുട്ട വെച്ച് നമ്മുടെ നെറ്റിയിലൊക്കെ ചുളിവുകൾ വീഴുമല്ലോ, ആ സമയത്ത് നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഈ മുട്ട ഏറ്റവും നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ കൊച്ചു പിള്ളേർക്കും ഒക്കെ മൂക്കുരു വരികയില്ല, അങ്ങനെയുള്ളവർക്ക് മൂക്കുരു മാറ്റാൻ നല്ലതാണ് കേട്ടോ. ആൻറ്റി ഏജിങ് സഹായിക്കുന്നതാണ്. പിന്നെ ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. സ്കിൻ ക്ലീനാക്കി വയ്ക്കും. ക്ലെൻസറായിട്ടും ക്ലീനറായിട്ടുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. മുട്ടയുടെ വെള്ളമൊക്കെ ഇതിനെല്ലാത്തിനുമുള്ള കഴിവുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇത് പിന്നെ നമുക്കിത് പായ്ക്ക് ആയിട്ട് ഉപയോഗിക്കാം. പായ്ക്കായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക, എന്നിട്ട് ഓട്സ് കുറച്ചെടുക്കുക, എന്നിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് നല്ല പതപ്പിച്ച് എടുത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അത് 5 മിനിറ്റ് 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഒരുപാട് സമയം വെക്കണ്ട, അത്ര സമയം വെച്ചാൽ മതി. 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് അത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരും ഓട്സൊക്കെ വാങ്ങിക്കുന്നവരാണല്ലോ. അങ്ങനെ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും അത് ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങാനീര് അലർജി ഇല്ലാത്തവർ, ഇഷ്ടപ്പെടുന്നവർ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2-3 തുള്ളി നാരങ്ങാനീരും ചേർക്കുന്നതല്ല. നാരങ്ങാനീര് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണമുള്ള മുട്ടയുടെ വെള്ളം വെച്ച് ഞാൻ പറയാം. മുട്ടയുടെ വെള്ളയും പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക. നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി ആയിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളൊക്കെ നല്ലതാണോ എന്ന് അറിയത്തില്ല, കെമിക്കൽ ഉണ്ടോ ഇല്ലോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇച്ചിരി ഗ്രോ ബാഗിലാണേലും നമുക്ക് ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തേനുള്ള നമുക്ക് ആവശ്യമുള്ള അതിനകത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഒരുപാട് നല്ല കൂട്ടുകാരെ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് വെച്ച് മുട്ട വെച്ച് ഒരു ചെറിയ ഇപ്പം 3 കാര്യം ഞാൻ പറഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ സ്കിന്ന് ലൂസാകാൻ തുടങ്ങും. ആ ലൂസാകുന്ന അവസ്ഥയിൽ നമ്മളത് മുറുക്കി നല്ല ടൈറ്റാക്കി വെക്കാൻ അതിൻ്റെ മുട്ടയ്ക്ക് കഴിവുണ്ട്, മുട്ടയുടെ വെള്ളയ്ക്ക് കഴിവുണ്ട് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.